അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തേത് ശരിക്കും ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് കേട്ടോ. ബിരിയാണി കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ പെർഫെക്റ്റ് റെസിപ്പി തന്നെയാണിത്. നല്ലി ബിരിയാണി. നല്ലി ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ എല്ലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, മജ്ജൊക്കെ ഉള്ള ആ ഒരു പീസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ് കേട്ടോ, രക്ഷയില്ല. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാകിസ്ഥാനി അഫ്ഗാൻ ഫ്ലേവറിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നതും. അവരുതാണല്ലോ ഇതൊരു സ്പെഷ്യൽ നല്ലി എന്ന് പറയുന്നത്. ഇത് അവരുതൊരു സ്പെഷ്യൽ എന്നാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കി നോക്കൂ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണീൻ്റെ റെസിപ്പി വേണമെങ്കിൽ എന്തായാലും ഇത് ഫുള്ള് കാണുക. അതേപോലെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. വീട്ടിൽ വിരുന്നാരൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആക്കാമല്ലോ. 2 കിലോൻ്റെ അളവിലാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇറച്ചി എടുക്കേണ്ടത് 1 കിലോ വേണം നമുക്ക്, ബീഫ് എല്ലോട് കൂട്ടിയിട്ടുള്ളത്. അതേപോലെ നല്ലി എന്ന് പറയുന്ന എല്ലിൻ്റെ പീസിനാണ് പറയുന്നത്, അത് നമുക്ക് 1 കിലോ. അപ്പോൾ രണ്ടും കൂടെ 2 കിലോ ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് വേണം. 1 ടീസ്പൂണ് കൊത്തമല്ലി, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് കുരുമുളക്, അതേപോലെ ഒരു 3 ഗ്രാമ്പു, 2 ഏലക്കായ പച്ച, കറുത്ത ഏലക്കായ 1, വഴനല വേണം. ചെറുതാണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക, വലുതാണെങ്കിൽ 1 ഇട്ട് കൊടുത്തോളൂ. പിന്നെ അതേപോലെ സിനമൺ സ്റ്റിക്ക്, മറ്റേ പട്ട, അതൊരു ചെറിയ പീസും അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ശരിക്കും വേവിക്കണേ. ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കി കണ്ടിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ വിസിലടുപ്പിക്കുകയാണെങ്കിൽ ഇത് സംഭവം വെന്ത് കിട്ടും. സാധാരണ അത് ഹോട്ടലിലൊക്കെ വെക്കുന്ന സമയത്തെ ചെമ്പിൽ ഇങ്ങനെ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കും. എന്നിട്ട് ആ ഒരു വെള്ളത്തിലാണ് അത് വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള മജ്ജൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ വെന്ത് പുറത്തോട്ടേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്കാണോ വേവിക്കേണ്ട അങ്ങനെ. ഇനി നമുക്ക് ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഓയിൽ വേണം. പിന്നെ കറിവേപ്പില നമ്മുടെ ജാനായതുകൊണ്ട്, നമ്മളൊരു മല്ലൂസ് ആയതുകൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശരിക്കും ഇതിലേക്ക് കറിവേപ്പിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം 3 വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് വറുത്തെടുക്കാനുള്ള ഉള്ളി ഇവിടെ റെഡിയാക്കാം. അത് വേറൊരു പാത്രത്തിൽ ഞാൻ അങ്ങനെ ഉള്ളി ഇട്ടിട്ടുണ്ട്. 2 വലിയുള്ളി അരിഞ്ഞതാണ് ചേർത്തത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പുറം നമ്മുടെ ബിരിയാണി ചെമ്പിലുള്ള ഉള്ളി കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി, നമുക്കതൊന്ന് പ്യൂരി ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള മസാലപ്പൊടി എന്ന് പറയുന്നത് ചിക്കൻ ടിക്ക കബാബിൻ്റെ മസാലപ്പൊടി ഉണ്ടല്ലോ, അത് വാങ്ങാൻ കിട്ടും കേട്ടോ. അതൊരു പാക്കറ്റ് വാങ്ങുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറിയ 50 ഗ്രാമിൻ്റെ അതെല്ലാം നമുക്കിതിലേക്ക് ധാരാളമാണ് കേട്ടോ. മസാലൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണേ തൈര് ചേർക്കാനായിട്ട്. അപ്പം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം അല്ലെ 4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സാക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് വേണം. ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റ് അരച്ചത് രണ്ടും കൂടെ കൂടിയിട്ടാണ് 2 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് വേണ്ടത്. എന്നിട്ട് നമുക്ക് പച്ചമുളക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നാട്ടിലൊക്കെ ടിക്ക മസാലപ്പൊടി വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ. ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഒരുപാട് മസാലപ്പൊടിൻ്റെ റെസിപ്പീസ് ഷെയർ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി കാണിക്കാത്തത്. എൻ്റെ അടുത്ത് മസാലപ്പൊടി, അത് ടിക്കൻ്റെ മസാലപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ എളുപ്പത്തിൽ പാക്കറ്റ് വാങ്ങിയത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നല്ലിയും ബീഫും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുതിന ഇലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താ അറിയോ, സേമിയാണ് നമുക്ക് വേണ്ടത്. നേരത്തെ ഉള്ളി പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടില്ലായിരുന്നോ, ഉള്ളിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ആ ഒരു സേമിയയും കൂടെ ആണ് കേട്ടോ. നല്ലി ബിരിയാണി ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ മുകളിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സേമിയ കാണുന്നുള്ളത്. അതായത് ഒറിജിനൽ നല്ലി ബിരിയാണി കേട്ടോ. മറ്റേ നമ്മളെ നാട്ടിലുള്ളവർ വെക്കുന്നതല്ല. അഫ്ഗാനികളത്താണെങ്കിലും പെഷ്വാരികളുണ്ടല്ലോ, പെഷാവർ, അവരൊക്കെ ഈ രീതിക്കാണ് വെക്കാറ്. അതാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും ഇട്ട് കൊടുക്കുക. കറിവേപ്പില നിർബന്ധമുള്ള ഒരു കാര്യമല്ല കേട്ടോ. എൻ്റെ ഒരു സന്തോഷത്തിന് ഇട്ട് കൊടുത്തതാണ്. അതേപോലെ ചോറ് റെഡിയാക്കാനായിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നാരങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി അതേപോലെ ബസ്മതി അരിയാണ് എടുത്തത്. ത്രിബിൾ എക്സലിൻ്റെ അരിയാണ് എടുത്തത്, 2 കിലോ. അത് ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ട്
ഒരു 15 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് അരിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് അവിടെ വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടുള്ളൊരു തക്കാളീൻ്റെ ഒരു പ്യൂരി, അതായത് ഒരു പേസ്റ്റ് റെഡിയാക്കുകയാണ് കേട്ടോ. അതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ്, പുതിനൻ്റെ ഇല, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് ഇത്രയും ചേർത്ത് അരച്ചെടുത്തതാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് നമ്മുടെ നാടൻ രീതിക്കുള്ള തൈരും സാലഡും എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഇതാണ്ട ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 85-90% വേവിലാണ് ഞാനിതൊന്ന് ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ലിൻ്റെ മസാലക്കൂട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അതായത് ഒരുപാട് ഇങ്ങനെ വറ്റിയിട്ടല്ല ഞാനതാക്കി വെച്ചത്, കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ്. അതിൻ്റെ മുകളിലോട്ടേക്കാണ് ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശരിക്കും ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, അത് നല്ല രീതിക്ക് ദമ്മായി കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ ദാണ്ട റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്യ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഉള്ളിൻ്റെ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ സാധാ ഗരം മസാല അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് അങ്ങനെ ചെയ്തോളൂ കേട്ടോ. പിന്നെ അതേപോലെ ഫുഡ് കളർ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്കൊരു ഹോട്ടൽ സ്റ്റൈലിൽ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്തോളൂ, അല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ടേക്ക് വീണ്ടും ചോറ് അങ്ങനെ ലെയറാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഫുഡ് കളർ ഒരു തവണ ചേർത്തുള്ളൂ, ഓരോ ലെയറിലും ചേർത്തിട്ടില്ല കേട്ടോ. ഓരോ ലെയറിലും ചേർത്തത് ഉള്ളി സേമിയക്കൂട്ട് മാത്രമാണ്. ചോറ് മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് ഇത് ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണേ. പിന്നെ അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്കത് നല്ല ദമ്മായിട്ട് അങ്ങനെ കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് ഗരം മസാല അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നെയ്യ് ബാക്കിയുണ്ടല്ലോ, അതും കൂടെ അങ്ങനെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും സേമിയയും കൂടെ വറുത്ത് വെച്ചതും കൂടെ മുകളിൽ തൂവി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് അതൊന്നൊരു ഭംഗിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ദം ചെയ്യാം. ഏകദേശം 1 മണിക്കൂറോളം ഇത് ഞാൻ ദം ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട്, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്യരുത് കേട്ടോ. അടുപ്പത്ത് വെക്കുന്നവരാണെങ്കിലും ചെറിയ കണലിൽ വെച്ചിട്ടായിരിക്കണം ദം ചെയ്യാനായിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് പിന്നെ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇതൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ബിരിയാണീൻ്റെ രുചി എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയാത്തൊരു റെസിപ്പിയാണെന്ന് വിചാരിക്കുന്നത്. കാരണം അതിലിട്ടുന്ന മസാലകളും ഫ്ലേവറും നമ്മൾ ആ ഒരു ഒറിജിനൽ രീതിയിൽ തയ്യാറാക്കിയതാണ്. അപ്പം ആരെങ്കിലും കാണുന്നവർ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയൊക്കെ തയ്യാറാക്കി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അല്ലേ നമ്മൾ പെണ്ണുങ്ങൾക്ക്. അപ്പോൾ ഞാൻ ചോറൊക്കെ വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ മസാലൻ്റെത് 2 സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. ഇനി ഇത് ഒന്നിച്ച് ചെയ്യണമെങ്കിൽ പിന്നെ ഒന്നിച്ചങ്ങനെ മിക്സ് ആക്കിക്കോളൂ. സാധാരണ പാകിസ്ഥാനികളിലും അഫ്ഗാനികളിലും ഒക്കെ വെച്ചാൽ മസാലയും ചോറും എല്ലാം കൂടെ മിക്സാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇതിങ്ങനെ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. എന്നാലും അതിൽ ആ ചോറിൽ അത്യാവശ്യം നല്ലോണം മസാല പരണ്ടിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സാനിലോട്ടേക്ക് ചോറൊക്കെ വിളമ്പി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ലിയും അതേപോലെ ബീഫൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം സേമിയ ഉള്ളി വറുത്ത് വെച്ചതുണ്ടല്ലോ അതും കൂടെ മുകളിലേക്ക് ഇട്ടിട്ടൊന്ന് സെർവ് ചെയ്യുകയാണെങ്കിൽ മാഷാ അല്ലാ സൂപ്പറാണ് കേട്ടോ. കാണാനും ഭയങ്കര ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. കാരണം ആ മജ്ജൊക്കെ കൂട്ടിയിട്ട് ആ ബിരിയാണി കഴിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ രുചി ഉണ്ടല്ലോ രക്ഷയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തൈരോ ഈ തക്കാളീൻ്റെ ചട്നിയോ സാലഡോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ആ ഫ്ലേവർ കംപ്ലീറ്റ് രുചിച്ച് കഴിക്കണമെങ്കിലേ ആ ചോറും മസാലയും ആ മജ്ജയും കൂട്ടി മാത്രമായിരിക്കണം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്തായാലും ഇഷ്ടപ്പെടും. ചിക്കൻ്റെ മസാലപ്പൊടിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അങ്ങനെ ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും.